ഇന്നലെ അളിയാക്കാനി കൊണ്ട് ഡ്രസ് എടുക്കാൻ പോയപ്പോ അവിടെ പോയി നിക്കാണിട്ടോ. അവിടെ ഉണ്ടോ ഇതും ഇറങ്ങണേ മറ്റേ ഇതുമ്മേ ഡ്രസ്സും കടയില്. ഇവനെ ഞാൻ എവിടെ കണ്ടിട്ട് നോക്കിയപ്പോ ഓൻ കടന്നിറങ്ങണേ. താത്തണ്ട് കുട്ടീനെയും പിടിച്ചിങ്ങനെ നടക്കണേ. ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. അലിയാക്കണ്ട് അവിടെ ഷർട്ട് ഊരിട്ട് ഇങ്ങനെ പള്ളിയും പുറത്തിട്ട് ഷർട്ട് കിട്ടണില്ല കേട്ടോ. കുപ്പായത്തിന്റെ പൊണ്ണ് അടിച്ചാൻ മറന്നാണ്. അടിച്ചാൻ മറന്നല്ലേ മമ്മ, പുതിയ ഫ്ലാഷനാണതേ. അടിച്ചാൻ മറന്നാണ് വല്യമ്മ ടൂക്കണാക്കണേ. നല്ലോടൊപ്പം പെരുന്നാളൊക്കെ ഇത് നേരില്ലാത്തോണ്ട് തിരക്കൊണ്ട് ഒഴിവായിക്കോട്ടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ പെരുന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ ഞാനൊക്കെ മാറ്റിയതാക്കണ നേരം വൈകിക്കണ്. ഞാനൊക്കെ എത്ര 4-5 മിനിറ്റും കൂടി കിട്ടുള്ളൂ നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട്. മോണ്ടനോട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മാക്കൻ അവിടെ ഉണ്ട്, ഇമ്മമ്മ അവിടെ ഉണ്ട്. ചോറൊക്കെ ഇവിടെ അടുപ്പത്തുണ്ട് കണ്ടോ. ചെമ്പിലൊക്കെ ഇവിടെ ചോറുണ്ട്. ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ. നേരം വൈകിക്കൊണ്ടിരിക്കാണ്. അമ്മമ്മ എങ്ങനെയുണ്ട്? ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയോ? ഉസാറല്ലേ? പുറത്തടുപ്പൊക്കെ വെച്ചില്ലേ? എങ്ങനെയുണ്ട്? ഡ്രസ്സ് എങ്ങനെയുണ്ട്? സംഭവം സെറ്റ് അല്ലേ? ഗൈസ്, നേരം വൈകിക്കണേ. അപ്പൊ ഞങ്ങള് നേരെ ഞാൻ പള്ളിയിൽ പോയിട്ട് എടാ പാറ വേമ്പാ നീ ഗൈസ് നേരെ പള്ളിയിൽ പോട്ടെ. പള്ളിയിൽ പോയി എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഗൈസ്. കാരണം നേരം പറ്റ വൈകിക്കണേ, ടൈമില്ല നിന്ന് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പള്ളിയിൽ പോയി എന്നിട്ട് ബാക്കി പരിപാടി നമുക്ക് നോക്കാം. കാരണം കുടുംബക്കാരെല്ലാവരും വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പെരുന്നാൾ നമ്മളെ പെരിയിൽ വെച്ചിട്ടാണ് ഇതാക്കണേ. അപ്പോൾ ആദ്യം പോയിട്ട് വരട്ടെ. കുപ്പായത്തിന്റെ പൊണ്ണ് അടിച്ചാൻ മറന്നാണ്. അടിച്ചാൻ മറന്നല്ലേ മമ്മ, പുതിയ ഫ്ലാഷനാണതേ. അടിച്ചാൻ മറന്നാണ് വല്യമ്മ ടൂക്കണാക്കണേ. ഗൈസ്, ഇത് ട്രെൻഡാണ്. നല്ലോടൊപ്പം പെരുന്നാളൊക്കെ ഇത് നേരില്ലാത്തോണ്ട് തിരക്കൊണ്ട് ഒഴിവായിക്കോട്ടെ. ഒഴിവാക്കി വിട്ടതാണ്. ഓന്റെ ടീഷർട്ടാണ് ഗൈസ്. മോണ്ടന്റെ ഡ്രസ്സ് കേട്ട് തരാം. എങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ ഗൈസ് സിമ്പിൾ ആക്കി. അതെ ഇതാണ് എന്റെ സിമ്പിള്. ബിരിയാണി ഗൈസ്, നമ്മളിപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് കയറണുള്ളൂ. അപ്പാപ്പാനി ഇതാക്കണം. അപ്പാപ്പാക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പാപ്പാനോടെ കൊണ്ടുവന്ന് ഇരുത്തി. അമ്മായി വന്നു. അമ്മായി ഇതാക്കണോട് അടുക്കളയിൽ വന്ന് കയറി. ഗൈസ്, നമ്മൾ തന്നെ ഉള്ളൂ കേട്ടോ. അതായത് താത്തൊക്കെ കെട്ടിച്ച പെരിയിലാണല്ലേ. 2 താത്തന്മാരും കെട്ടിച്ച പെരിയിലാണ്. ഇപ്പം നമ്മൾ തന്നെ ഉള്ളൂ. ഉച്ചയുടെ വരുള്ളൂ. ആണോ? മറ്റേ അപ്പാപ്പാന്റെ ഓലിപ്പോ വരുന്നുണ്ടാവില്ലേ? ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ നേരത്തെ കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. അതെ എന്തൊക്കെയുള്ളത്? ചിക്കൻ ബിരിയാണി. എങ്ങനെ മമ്മ? പ്രത്യേകം ഒന്നുമില്ല. ബിരിയാണി ബീഫും പിന്നെ സല്ലാസും തന്നെ ഉള്ളു. ബിരിയാണി എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ബീഫ് വരട്ട്. ആണോ? ആ, ബീഫ് മറ്റേത് രാത്രി 1 മണിക്ക് കൊണ്ടാണ്. കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ രാത്രി 1 മണിക്ക് കിട്ടി എനിക്ക്. അതെല്ലാം അത് കിട്ടിയല്ലോ. വെറും നെയ്ജും കേട്ടോ. ഒരു 1/2 കിലോ നെയ്ജാക്കണം. അതാണ്. ഞങ്ങള് നേരെ അടക്കര പോയപ്പോ അല്ല കിട്ടി. ഇന്നലെ മഞ്ചേരി ഒരാൾ ബീഫ് വെട്ടിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ തൊടയില് കത്തിയിട്ടാണ് മരിച്ചു. പൊട്ടന്മാട് തട്ടിയിട്ട് സഹിക്ക ചോര വരെ പോയിക്കോണല്ലോ. എന്തായാലും പെരുന്നാൾ തലേന്ന്. അതാണ്. എത്ര ആൾക്കാരുണ്ട്. എന്നാ ചോറ് നമ്മൾ കുത്താണ്. ഈ ഫ്ലാഷ് അടിക്കണോടാ. 1 മിനിറ്റ്. ഓക്കെ. അയ്യോ, ബിരിയാണിന്റെ ഒരു മണം. അതുണ്ട്, മണമുണ്ട്. എന്താ മണത്തിന് വേണ്ടി എന്താ അടുത്ത് എന്താക്കിയാണ് പ്രത്യേകം മമ്മാന്റെ രഹസ്യ കൂട്ട് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ബിരിയാണി കൂട്ടാനേ ഉള്ളൂ. അമ്മായിയെ എങ്ങനെയുണ്ട് അതിന്റെ പെരുന്നാള്? ഇന്ന് ആരും ഇല്ലാത്ത പെരുന്നാൾ. 2 പെൺമക്കള് എത്തിയിട്ടില്ല. ഒലേ എത്തി വൈകുന്നേരം മുതൽ. ഇതിപ്പോ ഏതാ മാസം? ഇത് മാർച്ച് അല്ലേ? മാർച്ച്. അടുത്ത മാസം എപ്പിക്കല്ലേ? വലിയ നാക്കം ഉണ്ടാവും. ഋതുവിനാണ് മൂലക്ക് ഋതു ഇറങ്ങുന്നുണ്ട്. ഓനെവിടെയെങ്കിലും ഒന്ന് കിട്ടിയാ മതി. പാവണ്ടോ? നാളെ ഇവിടെ ടൈം ആയിക്കണേ. 1 മണിയൊക്കെ ആയിക്കണേ. ആ ടൈം ആയിക്കണേ. ഡ്രസ് തപ്പല്ലേ കിട്ടാനേ? ഇല്ല, കട മൊത്തം കിട്ടിയിട്ടില്ല. കിട്ടി പള്ളിക്ക് ഞാൻ കണ്ടപ്പോ കിട്ടിയായിരുന്നു. ആണോ? ഞാൻ കണ്ടിട്ടില്ല. ഒറ്റക്ക് പോയതേലും എടുക്കും. കൊണ്ട് പോയതാ. അതാണ്. പള്ളിക്ക് പോകാൻ പറ്റിയില്ല. ആണോ? താത്തക്ക് പറ്റിയില്ല. എല്ലാ കുട്ടിണ്ടായോണ്ടില്ലേ?
പോകാൻ പറ്റില്ല ഗൈസ്. അവിടെയാണെങ്കിൽ അവളെ എങ്ങനെയാലും പോയി. ഉമ്മമാക്കും പറ്റില്ലല്ലോ. ഇല്ലടാ ഞാൻ പോയ മറ്റൊക്കെ എന്താ കാട്ടുന്നു. അതാണ് ഫുഡിന്റെ കാര്യം. പള്ളി കഴിഞ്ഞാലും വണ്ടിയിലാവണ്ട. അത് ശരിയാണ്. അങ്ങനൊക്കെ ഓരോരോ ബുദ്ധിമുട്ടിലാണ് ഗൈസ്. അപ്പൊ അതാക്കണ ഉമ്മാക്കനോടെ ചോറ് എടുത്തോണ്ട് നിക്കണുണ്ട്. നിക്കപ്പോ തരടാ പെരുന്നാളാണേ. അല്ല ഓലപ്പൊക്കെ വരുമോ? ഒന്ന് വിളിച്ചോക്കണ്ടേ? നോക്കട്ടെ, ഞാനൊന്ന് വിളിച്ചും കൂടി നോക്കട്ടോ. എന്താ പെരുന്നാളിനെ പറ്റി പറയാനുള്ളത്? പെരുന്നാളെ പറ്റി എന്താ 29 നോമ്പ് നോക്കി. 29 നോമ്പ് കഴിഞ്ഞു. ഇന്ന് പെരുന്നാളാണ്. സന്തോഷം. നോമ്പ് കിട്ടാത്തോണ്ട് എന്തെങ്കിലും പരാതി അതിന് എല്ലാ മാസം കിട്ടിക്കൊള്ളുന്നില്ല. ഉപ്പം കിട്ടിയില്ലേ? പിന്നെ പിന്നെ ഇവിടെ എവിടെയൊക്കെ നാളെ പെരുന്നാൾ, നാളെ മറ്റന്നാളെ ലക്ഷദ്വീപിൽ അവിടെ എവിടെയൊക്കെ കരയുണ്ട് ഓരോരുത്തർ പെരുന്നാളെല്ലാവരും. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും ഗൈസ് നോക്കാൻ നിൽക്കുകയാണ്. വിളിച്ചോണ്ടിരിക്കാം. പോടില്ല ഇവിടെ ഗൈസ്. നമ്മള് ഷീറ്റ് അയച്ചിട്ടിട്ട് മൊട്ട വെയിലാണ് ഗൈസ്. ഇതാണ് ഞങ്ങളിപ്പോ മുറ്റത്തിന്റെ അവസ്ഥകൾ കണ്ടില്ലേ? ഫുൾ മൊട്ട വെയിലാണ്. മൊട്ട വെയിലാണ്, നല്ല മൊട്ട വെയിലാ. എൻ്റെ ഡ്രസ്സും ജൈനോട് ചാരി എന്നാ ചുമരിനേറ്റ് ഗൈസ്. ഓൻ്റെ ഡ്രസ്സും പെരിയും ഒരു മാച്ച് അല്ലേ? എങ്ങനെ എന്റെ പെരുന്നാൾ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യും കേട്ടോ. ഇതാക്കണിന്റെ ഷൂ ആക്കണതാണ്. ഹലോ കൗത്തിന്ന് മാലയൊക്കെ കാണിച്ചു കൊടുക്കടാ. പുതിയ ഡെക്കറേഷൻ ആണ് ഗൈസ്. എങ്ങനെയുണ്ട് കമന്റ് ചെയ്യും. കൗത്തിൽ മാലയൊക്കെ ഉണ്ട്. ഹലോ അപ്പാ ഹലോ. അപ്പൊ ആ മുടിയൊക്കെ കിട്ടില്ലേ? ഡ്രസ് എടുത്തില്ലേ? ആരെടുത്ത? ഷെഫീക്ക് എടുത്തന്നാ? ഷെഫീക്ക് എടുത്തന്നതാ. സാധാരണ ഗൈസ് എല്ലാ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് എനിക്ക് തോന്നുന്ന ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് വരണ്ടല്ലേ നമ്മൾ എല്ലാം, അതായത് ഞങ്ങൾ ഇവിടെ അങ്ങനെ പെരുന്നാൾ വെക്കലില്ല. ഞങ്ങൾക്ക് ആപ്പാപ്പാൻ്റെ അടുക്ക് പോക്കാണ്. അവിടെ വെച്ചിട്ട് കഴിച്ച് അങ്ങോട്ട് പെരുന്നാളാണ് നടത്തും. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറച്ചൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങളിങ്ങനെ നടത്തൽ തുടങ്ങിയത് അല്ലേ? ഇവിടുന്ന് ആക്കലേ അല്ല ഇത്രയും കാലമായിട്ട് നമ്മൾ ഇവിടുന്ന് ആക്കിയിട്ടല്ലേ. എല്ലാ പ്രാവശ്യം നമ്മൾ ആപ്പാപ്പാനോട് നല്ല ആപ്പാപ്പാക്കിന് അല്ലേ? ഷെഫീക്ക് നമ്മൾ വിളിക്കും. ഷെഫീക്ക് നമ്മൾ വിളിച്ചു. അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താ ആപ്പാപ്പാക്ക് പെരുന്നാളിനെ കുറിച്ച് പറയല്ലേ? രണ്ടു വാക്ക്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞാൻ ഓല വിളിച്ചപ്പോൾ ഓല പറഞ്ഞു ഏകദേശം ഒരു ഉച്ച ടൈമിലൊക്കെ ആകുമ്പോഴത്തേന് എത്താന്ന് പറഞ്ഞു. കാരണം മറ്റോ പള്ളിയിൽ പോയി കാണും. ഓം ചെക്കന്മാരപ്പോ ഫോട്ടോ എടുത്ത് ഇറക്കാനോ ഇതുവരെയായിട്ടും വരിയിലെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. എന്നാൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കല്ലേ? ഓല ഏകദേശം ഒരു ഉച്ചക്കാവും എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നാലേ. ആ പപ്പ പൈച്ചിരിക്കാണ്. ഇനി നല്ലോണം നടക്കണല്ലേ? കാരണം ആ മഞ്ഞ ഒന്ന് ലെവലാവാണ്ട് ഇപ്പൊ വെള്ളമായി കിടക്കാണ്. വെള്ള ബിരിയാണിയാണ് ഇപ്പൊ എല്ലായിടത്തും വെള്ള ബിരിയാണി പലതരം കളറുകളുണ്ട്. എങ്ങനെ ആദ്യമൊക്കെ വെച്ചിന് കുറേശ്ശൊക്കെ. 2 കിലോന് ആദ്യമായിട്ടാണ്. ആണോ? ഇതിനു മുമ്പ് എത്ര? 1 കിലോനോ അല്ലെ 1.5 കിലോ? ഇക്കുറി 500 കൂടുതലുള്ളൂ. ഫോനുണ്ടാകുമ്പോ കണക്കിട്ടൂലേക്ക് ഇനിയിപ്പോ തിന്നു നോക്കുമ്പോ അറിയാലമ്മ. ചിക്കൻ ബിരിയാണി അല്ല ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണി ഇപ്പോഴും നമ്മളെ ചെമ്പിന്റെ ആള് 3 കിലോ വെക്കൂലടി. നമ്മള് 3 ചെമ്പ് 4ന്റെ അടുത്തൊക്കെ കരുതി. അവിടത്തിൽ 3 വെക്കും. കല്യാണ ചെമ്പൊക്കെ പെരിക്ക് വാങ്ങിക്കണേ. ഇത് പേരിലെ ആവശ്യത്തിനില്ലാണ്. അതെല്ലാ പേരുകളും ഉണ്ട്. ഇതിന്റെ പകുതി കൊട്ടക്കയിലില്ലേ അതൊരു വലുത് വാങ്ങണം. അപ്പൊ അത് ഇവിടെ അല്ല ഇതാക്കണത് പോരാ. പകുതി പോണൊരു ചെമ്പ് കൂടി വാങ്ങണം. എന്താ പറയാ നമ്മള് കുറച്ച് ആൾക്കാർക്കൊക്കെ വെക്കാൻ. ഇവിടെ പാത്രങ്ങൾ കൊണ്ട് നിക്കാൻ സ്ഥലമല്ല, അതറിയോ? പറഞ്ഞിട്ട് കാര്യല്ല. നിങ്ങൊക്കെ പറഞ്ഞാൽ മതി. ഓരോ കാര്യത്തിന് പാത്രം ഇങ്ങനെ ഒന്ന് ഒഴിവാക്കിട്ട് വേണ്ട ഒന്നിട്ട് വാങ്ങാം. അപ്പൊ ഒക്കെ അപ്പൊ ഇതിന് വേണ്ടിട്ട് കൊറേ പാട്ട് വെച്ചിന്. ഇപ്പൊ ഒക്കെ എടുത്തു. പുതിയ കാര്യങ്ങളൊക്കെ കഞ്ഞിയുണ്ട്. ഇവിടെ എവിടെ വെക്കും മാറ്റി വെച്ചിട്ട് എന്താ കാര്യം? ഇനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പുടിച്ചല്ല. യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ എടുക്കണല്ലോ. ഇവിടെ മറ്റേ പാത്രങ്ങളൊക്കെ എവിടെ? ആ ഇപ്പോഴല്ലേ എടുത്തത്? അതിനെ കൊറേ സാധനങ്ങൾ ഇപ്പോഴും എടുത്ത. മറ്റേ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ചോപ്പർ. ഈ ചെമ്പിന് 10 കൊല്ലായി. എന്തെങ്കിലും കുഴപ്പമില്ല. ഈ ചെമ്പിന് എടുത്തുവെച്ചിട്ട് എന്താ കാര്യം? ആവശ്യത്തിന് എടുക്കും. അടുപ്പത്തൊക്കെ വെക്കുന്നല്ലോ. ഒരതല്ല പല്ല് പൊളിച്ചത്. ഉമ്മമാക്ക് പല്ലില്ല ചേച്ചാണ്ട്. എല്ലാ ആവശ്യത്തിനും എടുക്കുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ട് പൈറ്റകൾ വന്ന് ചായക്ക് വരുമ്പോ വെള്ളം വെക്കാൻ ഇവിടെ കലുണ്ടമ്മ ചോദിച്ചു. നമ്മളെ ഇവന്റിന്റെ ആൾക്കാർ. അപ്പൊ പറഞ്ഞു ഇവിടെ ഉണ്ട് പറഞ്ഞു. ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ എടുക്കലും വേണ്ടേ? അത് ശരിയാണ്. മമ്മാന്റെ ഭാഗത്തു ആയുണ്ട് കഴിഞ്ഞില്ലേ? നമുക്ക് ആവശ്യത്തിന് വേണം ഒരു കലം. ഇമ്മാക്കണ അവിടെ ചോറ് വിളമ്പിയിരിക്കുന്നു. നടക്കി 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 പിടിച്ചു കാണുന്നോളി. വളമ്പട്ടെ അല്ല എടുത്ത് കാണുന്നോളി. അവിടെ അമ്മായി അതെടുത്ത്
പ്ലേറ്റ് ഇതുണ്ടല്ലോ. പ്ലേറ്റ് വാങ്ങിയാ മതി. റെഡി കഴുകാൻ നിക്കണ്ട. എങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ പേപ്പർ പ്ലേറ്റ് അല്ലേ? അത് വാങ്ങിയാ മതിയില്ലേ? ഞാൻ ഓർത്തില്ലത് വന്നപ്പോഴും ഓർത്തില്ല. എന്നാ പിന്നെ അതാണ് വാങ്ങി പോന്നാ മതിന്. എന്നാ മൈ നടന്നോളി ചോറെടുത്തിട്ട്. അമ്മ ചിക്കനും കൊണ്ട് വരില്ലേ? ഇങ്ങോട്ട് സ്ഥലം ഉണ്ടാവുകയില്ല. നമുക്ക് ആ മേശ കുറച്ചും ഇങ്ങോട്ട് നീക്കിയാലും മതി വെളിച്ചത്തേക്ക്. അത് സാധനങ്ങൾ കൊണ്ടു നോക്കട്ടെ എന്തായാലും. മമ്മ വേറെ എന്തൊക്കെ എടുത്തോളി. എന്നാ ഞാൻ എടുത്തു തരാം. ഇതിക്ക് ബീഫ് വരട്ടിയത്. ബീഫ് എന്താ വരട്ടിക്ക അതോ വരട്ടിക്ക? ചിക്കനെ ചിക്കൻ ഇങ്ങോട്ട് ഉടഞ്ഞിക്കണേ. ബീഫ് ഞാൻ 2 കിലോ വാങ്ങിയത്. അതിന് എത്രയായി? 700. ഇത് 2.5 കിലോ ചിക്കനാണ്. 2.5 കിലോ ചിക്കൻ എത്രടാ? 2.5 കിലോ ചിക്കൻ അത്യാവശ്യം 600 സംതിങ്. 650 ഉറുപ്പ്യ. 3 കിലോ വാങ്ങി 750 റുപ്യ. ചിക്കനും എല്ലാത്തിനും വില കൂടുതലായില്ലേ ഇപ്പൊ? ഇറച്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്. ബീഫിന് 2 കിലോ 700 ഉറുപ്പ്യ. 1 കിലോ 350 ഉറുപ്പ്യ. എന്തല്ലേ മമ്മ പണ്ട് പറഞ്ഞേ. ഇപ്രാവശ്യം പെരുന്നാക്ക് അറിവൊന്നുമില്ലല്ലോ, പോത്താളൊന്നും കണ്ടില്ല. അത് വലിയ പെരുന്നാളാ. വലിയ പെരുന്നാളിന് അറക്കല്ലേ? ബലി പെരുന്നാൾ കേട്ടിട്ടില്ലേ? അതാണ് ബലി പെരുന്നാൾ. ആണോ? അല്ലെങ്കിൽ ഇമ്മമ്മ പറഞ്ഞായിരിക്കും ഇങ്ങനെ ആട്ടണം. ഒരു പോത്തിനെ വാങ്ങാം, എന്നിട്ട് ആവശ്യമില്ല ഇപ്പൊ കുറച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുറിച്ചെടുത്താ പോരെ എന്ന് മമ്മ ചോദിച്ചിരുന്ന നാള്. എങ്ങനെ മമ്മ ഞാണ്ടാ ഗൈസ് ഇതാണ് നമ്മളെ കരി. എന്താണ് പെരുന്നാളായിട്ട് എനിക്ക് എന്താ പറയാല്ലേ? എന്നാ പറ 2 വാക്ക് പറഞ്ഞ പെരുന്നാൾ. അതാവൻ പോയി, ഓൻ തെറ്റി. ഓൻ നോമ്പ് കഴിഞ്ഞതിന്റെ സങ്കടത്തിലാണ്. കാരണം നോമ്പിന് എല്ലാം തിന്നാണ്. ഇന്ന് ലാസ്റ്റ് ആയിട്ട് ഓനക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടും അല്ലേ? ഇന്നും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഇപ്പം ഇറച്ചി അല്ലെങ്കിൽ ഇറച്ചി മീനൊന്നും പറ്റൂല. ജാഗോർ ചിക്കൻ വേണ്ട. അവസാനം മുട്ട ബ്ലാക്ക് പാന്തർ ജാഗോർ അല്ല. അവസാനം മുട്ട പിങ്ങി കൊടുത്തിട്ടാണ് തിന്നത്. ആണോ? മുട്ടേ പറ്റുള്ളൂ. ഇപ്പം ഇറച്ചി മീനൊന്നും പറ്റൂല. ഹലോ പറഞ്ഞ അവസ്ഥ അതാണ്. നടക്കട്ടെ. ഞങ്ങളെ ബ്ലാക്ക് പാന്തറാണ് ഗെയ്സ്. ആൾക്കാർക്ക് രാത്രി ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിയാവും പിന്നെ കണ്ടു കഴിഞ്ഞാൽ. എൻ്റെ 2 കണ്ടുണ്ടേനെ കളിമ്പ കയ്യുമ്പോ കുടിച്ചല്ലേ. എന്നാ നടന്നോളി. ഈ ഭാഗത്തേക്കല്ലേ? അടുക്കള ഭാഗത്തേക്കല്ലേ? കുറച്ച് കഴിയുമ്പോ ഇനി വെയില് വരും. തണുത്തളം എടുത്തില്ലേ? ഒക്കെ ഫ്രിഡ്ജിലാ. താത്തിയും ഷംനയൊക്കെ ചെറിയ പോനെ ഞാൻ കണ്ടീനി. വരാൻ പറഞ്ഞാണ്. വരാന്ന് പറഞ്ഞാണ്. ആ തുണിയാണ്. ഓനി ആധുനിയും കണ്ടീനി ഞാന്. ഷംനയും കണ്ടീനി. ഷംന അപ്പൊ ആ ടൈമില് ഇവിടുന്ന് പള്ളി കഴിഞ്ഞ് പോയ ടൈമിൽ എന്തോ സൂപ്പർ മാർക്കറ്റ് അറിയില്ല. ഷംന ഓലെ നമ്മളെ സൂപ്പർ മാർക്കറ്റിന്റെ അവിടുന്ന് കണ്ടീനി ഞാന്. ഓലെ 3 ആൾക്കാരും കണ്ടീനി. ഞാൻ പറഞ്ഞാണ് വരാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി എപ്പളാ വരുവോ? എന്തായാലും ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴിയണ്ടാ. കെട്ടിച്ച് വരില്ലല്ലോ. അപ്പൊ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വന്നോട്ടെ. ചെറിയ കുട്ടി പുതിയൊരു കുട്ടിയിലാണ്. ആ അതാണ് അതിന്റെ ഇതിലാണ്. ആ നമ്മമ്മ ഞാൻ പിടിച്ചോണ്ട് മമ്മ പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങൂല. ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വെക്കല്ലേ? ഓക്കെ അല്ലേ പാപ്പ? എത്തൂലേ? പാപ്പാനെ കുറച്ച് മുമ്പ് ഇരുത്തണം. ആണോ? അല്ലെങ്കിൽ ആകെ പോകും കൈസ്. അപ്പൊ കൈ ഇങ്ങോട്ട് എത്തൂല. അമ്മായി വാരി കൊടുക്കണം. അപ്പൊ കുഴപ്പമില്ല. അമ്മ വരി ഇരിക്കണ്ടേ? വാ ടൈമായി. ഫ്രിഡ്ജിത്തെ ഇതാക്കണേ. ഇത് ഫ്രിഡ്ജിൽ തന്നെ. ഈ സ്റ്റൂൾ എടുത്ത് പോരും. മമ്മ കൈസ് പാത്രം കൊണ്ടുവരുന്നുണ്ട്. നിരത്തിയാണ് എടുത്തിക്കളി മമ്മ. അമ്മായിക്ക് കസാര എടുത്തോ? അത് വെഹിക്കലുണ്ടോ അമ്മായി? അല്ലെങ്കിൽ തന്നെ ആകെ ഇതായിക്കണിപ്പോ. കുഴപ്പമില്ല. ഇരിക്കുമ്പോ നല്ല കഴിയുമ്പോ തന്നെ ഇരുന്നോട്ടല്ലേ? ആ പാപ്പക്ക് കണ്ണുണ്ടായില്ലോ? കണ്ണൂല നീ കാണും. ഒരെട്ടാല് വെറുതെ ഡെക്കറേഷൻ വർക്കില് കാണൂലെന്നാണ് പറയും. പിന്നെത്താ കാട്ടുക? കാണൂല പറഞ്ഞാ പിന്നെത്താട്ടുക? കണ്ണട വാങ്ങിയതാ. പെരുന്നാളേ ഇന്നോടെ പെരുന്നാളാ. എനിക്കൊരു കാര്യം പറഞ്ഞാ,
എനിക്കും കണ്ണട കിട്ടീനി എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകില്ലേ അപ്പോൾ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യണം പറയും. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അത് എന്നോട് മൂപ്പരങ്ങ് ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, ഞാനത് കാണുന്നില്ല എന്ന് പറഞ്ഞു. മൂപ്പര എനിക്ക് കണ്ണട ഇരുത്തന്ന്. അങ്ങനെ എനിക്കൊരു കണ്ണട കിട്ടീനി. ഉമ്മമാക്ക് കണ്ണുണ്ടായില്ലേ അവിടെ? ഉമ്മമാനോടും വിറ്റ് ഉമ്മമാനോട് കാണുന്നുണ്ടോ ചോദിച്ചു. എനിക്ക് കാണുന്നില്ല, ഇംഗ്ലീഷും വായിച്ചാൽ അറിയില്ലല്ലോ. ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല. അപ്പൊ കണ്ണട ഒന്ന് വിട്ടു. ഉമ്മാക്ക് പിന്നെ എങ്ങനെയാണ്? കണ്ണാണായിട്ട് കണ്ണുകൂടെ വെള്ളം വരും. വയസ്സായില്ലേടാ. അടുത്ത് വരുന്നുണ്ട് ഗൈസ്. ഇതാണ് ഉമ്മാന്റെ കണ്ണട. ഒരു കാലുള്ളൂ, ഒരു കാലില്ല. ബാക്കല്ലാണ് ഇതിന്റെ കാല് വെച്ചാ മതി, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ആണോ? അഭിപ്രായം പറയും. എന്നാ അമ്മായി പാപ്പാക്ക് വാരി കൊടുത്തു നോക്കി. നല്ല ചൂടുണ്ടോ? നല്ല ചൂടുണ്ടാവൂലേ? ഇപ്പൊ അടുപ്പത്ത് ഇത് നിർത്താല്ലേ? കണ്ടിട്ടൊക്കെ അടിപൊളിയാ. കണ്ടിട്ടൊക്കെ അടിപൊളിയല്ലേ? ഉമ്മാന്റെ 2 കിലോ ചോറ് എങ്ങനെയുണ്ടെന്ന് അറിയാം. ബിരിയാണി എങ്ങനെയുണ്ട് അമ്മയ്യ? ഉപ്പുണ്ടോ അമ്മയോ? ഉപ്പൊക്കെ ഉണ്ട്. സൂപ്പറാണ്. എങ്ങനെയൊരു കുറ്റം കാണണ്ടേ കുത്തി കുത്തി ചോദിച്ചു. അളവെന്നറിയോ? സൂപ്പറല്ലേ സാർ? അപ്പാപ്പാന്റെ മുഖത്തിനൊക്കെ എക്സ്പ്രഷൻ ഭാവമാറ്റം ഉണ്ടല്ലോ. ഒരു ഭാവമാറ്റം പെങ്ങളുണ്ടാക്കിയ ചോറ് എങ്ങനെ ഉണ്ടായില്ലേ? ഞാൻ ഒന്നും കണ്ടിരിക്കട്ടെ. രസല്ലേ? ഉമ്മമ്മേ ഇവിടെ ഇരുന്നല്ലേ? നമ്മമ്മ കണ്ടിരുന്നാലേ ഉമ്മ എടുക്കാണ്ട സാധനങ്ങൾ ഇരുന്നോണ്ട്. ചോറോ? ആ ചോറും കൂടി എടുക്കാണ്ടല്ലേ? കുട്ടി ഫോട്ടോ മുട്ട് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ആര്? രണ്ടാക്കും വിട്ടുകൊടുക്കും. ലക്ഷദ്വീപത്തെ ആൾക്കാർക്കൊന്നും കൈസ് ഇന്ന് പെരുന്നാളല്ല, നോമ്പാണ്. പാവം. പരാതി അറിയില്ല. രണ്ടാക്കും വിട്ടുകൊടുക്കും. ആ ഉണ്ട് വിട്ടുകൊടുക്കാം. ഇത് കണ്ടോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? എല്ലാവർക്കും സങ്കടം തന്നെ കാര്യം. അതിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റൂൾ കിട്ടി എന്റെ റൂമിൽ ഇവിടെ ചോറ് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 നടത്താണ്. എങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ സാധാരണ എല്ലായിടത്തും ചോറ് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലാണ് എല്ലാരും. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാ. ചോറ് വിളമ്പി വെച്ചതിന് ശേഷം വെള്ളം എടുക്കാൻ പോകും, വേറെ എന്തെങ്കിലും എടുക്കാൻ പോകും. ആ ആക്കണ നെഞ്ചത്ത് കുത്തി ബീഫ് മതി, പിന്നെ ബീഫ് ഇത് മതി. ഇവിടെ ഉണ്ടല്ലോ. ചോറ് അടിപൊളിയാട്ടോ. സെറ്റല്ലേ? അടിപൊളിയാണ്. അപ്പൊ നല്ലോണം പറ്റിക്കണു തോന്നണേ. ചെവി കുളിച്ചിനെ രാവിലെ? പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് വിളിച്ചു. ആണോ? ഞങ്ങൾ ഇവിടുന്ന് മണ്ടി എത്തിയപ്പത്തിന് നിസ്കാരം തുടങ്ങണുള്ളൂ. ഞങ്ങൾ പിന്നെ കുഴപ്പമില്ല, കഴിച്ചിലായി കിട്ടി. ഞങ്ങക്ക് 2:30 തന്നെ ഉള്ളൂ. 2:30 തന്നെ ഉള്ളങ്ങി. പിന്നെ മുന്നോട് പറഞ്ഞപ്പോ മുന്നേ പൊട്ട കുറച്ച് നേരത്തെ അതിനുള്ള ബുദ്ധിയല്ലോ എനിക്കുള്ളടാ. മുന്നോട് മുന്നൊന്ന് പള്ളിക്ക് എത്ര പോത്തുണ്ടായിന്ന് വെച്ചപ്പോ മുന്നേ അറിയാം. എടാ ചെങ്ങ ഞാൻ എണ്ണാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഞാൻ അതൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞില്ലേ. കള്ളാസിൽ ഉപ്പുണ്ടടി. ഞാൻ ഉപ്പിടാൻ മാറ്റണം. അല്ല ഒരു പൊട്ടം കോല എടാ മുന്നോട് ചേരാൻ പറഞ്ഞിട്ടല്ലോ. എപ്പോഴാ വരിക? വരാനൊക്കെ പറഞ്ഞു. ഞാൻ നല്ല പറഞ്ഞോട് വരുവണ്ടിട്ട് മുന്നേ അതൊക്കെ ടൈം ഉണ്ടല്ലോ. ഉമ്മ തിന്നു തുടങ്ങിക്കോളി. എങ്ങനെയുണ്ട് ഉമ്മമാന്റെ റിവ്യൂ? നമുക്ക് ആദ്യം ചോദിച്ചു. എങ്ങനെയുണ്ട് മമ്മ? ഉസാറ് ചോറാണ്, അടിപൊളിയാണ്. കുറ്റം കുറച്ചൊന്നും പറയാല്ല, ഒന്നും പറയാല്ല. ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ വലിപ്പം പറയാറ്, നിങ്ങൾ നിന്നിട്ട് പറയും. ആണോ? ആ ഓക്കെ. ഉമ്മക്ക് അടിപൊളിയല്ലേ? ആദ്യമായിട്ടാണ് ഇത്രക്ക് ടേസ്റ്റ് വെച്ചിട്ട്. അരി ചെറിയൊരു അരിയായിട്ടാണ് നല്ല ഉഷാറായി. അരിന്റെ ഒരു കുഴപ്പത്തിൻ്റെ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മോട്ട് എനക്കെന്താ അവസ്ഥ? ഉമ്മാന്റെ ഇമ്മാതിരി ബിരിയാണി ഞാൻ ഇതിനു മുമ്പ് തിന്നിട്ടില്ല. ആണോ? അടിപൊളി. ഉമ്മ ഉണ്ടാക്കിയത് തിന്നിട്ടില്ല എന്നല്ലേ? അത്രക്കും കാര്യത്ത് വലിയ കുഴപ്പമില്ല. എന്നാലും ബിരിയാണി ബിരിയാണിന്റെ മയക്കൊന്നും ഉണ്ടാവില്ല. പേര് ബിരിയാണി വന്നാലും ശരിയാവും. എങ്ങനെ എല്ലാ സാധനങ്ങളും ഒത്തു വന്നാലും ശരിയോ? ശരിയാവും. ചിലത് എന്തെങ്കിലും ഒന്ന് കുറവുണ്ടാവും. അപ്പൊ അതിന്റെ മാറ്റം അതാണല്ലേ. ഇതിനും മണെങ്കിലും ഉണ്ട്. ആദ്യം മണം ഉണ്ടാവില്ല. മണം ഉണ്ടാവില്ല. ഒരു വെറുംചോറ് ഫീല് പറഞ്ഞില്ലേ? എന്തായാലും ഗൈസ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. വെച്ച് പഠിച്ചണം ഒരു ആഗ്രഹം. ഇപ്പൊ വെച്ച് പഠിച്ചില്ലേ? ഇപ്പൊ ഇങ്ങനെ പറയില്ലേ? പിന്നെ മക്കള് വരുമ്പോ ആ തള്ളക്കൊന്നും വെക്കാൻ അറിയില്ലേ? അത് ശരിയാ.
മരിമക്കളെ കാര്യട്ടോ പറഞ്ഞേ പെണ്ണിട്ടിച്ചാണ് മോണ്ട കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ. അതെ ചിക്കൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇനി എന്തായാലും ഫുഡ് കഴിക്കട്ടെ എല്ലാരും. ഫുഡ് കഴിച്ചേണ്ടേ നമുക്ക് സാവധാനം കാണാം കൈസ്. അത് ശരി എടുത്തു കൊടുക്കണ്ടേ നോക്കെ കഴിച്ച് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി പരിപാടി വെക്കാം. ഓലി വരണം ഓലി വരണം പൂക്കന്മാർത്തത് അവര് വരണം, ഓലി വരണം താത്ത വരണം എല്ലാരും എത്താണ്ട് ആരും എത്തിയിട്ടില്ല. എല്ലാരും എത്തണം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മളെ അപ്പാപ്പാന്റെ ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. വന്നപ്പോ തന്നെ ഇവര് രണ്ടാളും കൂടി ഇന്നോട്ട് ഊക്കാണ്. ഇവന്റെ ഷർട്ട് അടിച്ചു താഴെ ഇന്റെ അടിച്ചിട്ടില്ലാണ്ട് പിന്നെയും തുടങ്ങി. എന്ത് ചെയ്യാനാ അല്ലേ? ഞാൻ അത് കേക്കണം. ഇച്ച് തീർക്കാൻ പോന്നാ ദീനി, എനിക്ക് വേറെ വല്ലതും എടുത്ത് പോന്നാ ദീനി, ഞാൻ അത് കേക്കണ്ടിയാണ് അല്ലേ? എങ്ങനെയുണ്ട് അതിന് പോകുന്നത്? എങ്ങനെയുണ്ട് ട്രിപ്പ്? വെയിലെന്താ അവസ്ഥ? ഓ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ? എന്താ അറിയോ ഇങ്ങോട്ട് നോക്കുവോ? ആറ്റിറ്റ്യൂഡ് ഗൈസ്. ഒരുത്തനൂടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കടന്നുറങ്ങണേ. ഏത് ഉറക്കം നോക്കിയാൽ നല്ല ഉറക്കമാണ്. ചെക്കൻ ചുട്ടിട്ട് ഉറങ്ങാണ് ഒന്നിന്. പെരുന്നാൾ ഡ്രസ്സൊക്കെ നോക്കിയാൽ മലന്ന് കടന്നുറങ്ങണാക്കണേ. ഉറങ്ങിക്കോട്ടെ. ഞങ്ങൾ ഗൈസ് ഇവർക്ക് ചോറ് എടുക്കട്ടെ. ചോറൊന്നും തിന്നിട്ടില്ലല്ലോ നിങ്ങള്? എവിടെ അവിടെ വെച്ചിട്ടില്ല. എന്നാലും അവിടെ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞാണ് ഉമ്മ. ഒക്കെ എടുക്കേ ബിരിയാണി ഉണ്ട്. ഞങ്ങളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ അല്ല ഞങ്ങളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞാട്ടോ. എനിക്ക് മോണ്ടന്റെ മതിരി നാഗപ്പേരുണ്ടോ? അല്ലേ അത് അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇട്ട് വരികയാണിത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലേ ഇപ്പോൾ എന്നാ എല്ലാ സാധനവും എടുത്താണ്ട് ഇങ്ങോട്ട് നടക്കട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഈ ടേബിള് ഇവിടെ തന്നെ വെച്ചിട്ട് കഴിക്കാം. എടാ എങ്ങനെയുണ്ട് പെരുന്നാളിനെ കുറിച്ച് 2 വാക്ക് പറയാം. പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലല്ലോ. പെരുന്നാളായില്ലേ? എങ്ങനെ ഉണ്ടായിന് ഇന്നത്തെ പെരുന്നാൾ? എങ്ങനെ ഉണ്ടായിന് ചെറിയ പെരുന്നാൾ? ഓക്കെ സെറ്റാണോ? പള്ളി കൂടി കഴിയട്ടെ. ഇന്ന് ഗൈസ് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ചടപ്പ്. ഇനിയിപ്പോ 2 വട്ടം പള്ളിയിൽ പോകണം അല്ലേ അമ്മ? വെള്ളിയാഴ്ച ആകുമ്പോ 2 വട്ടം പള്ളിയിൽ പോകണം അല്ലേ? രാവിലെ ഒന്ന് പോയി ഇനിയിപ്പോ ഉച്ചക്കും പോകണം. അതെ ഇത് ഗൈസ് നമുക്കൊരു ബൈക്ക് പോകാൻ പറ്റൂല. അപ്പോഴാക്കിയാലും ഓർക്കാം വെള്ളിയാഴ്ചയാണ് പള്ളി കയറണം. അല്ലെങ്കിൽ പള്ളി പോകും. പക്ഷെ അതല്ല എന്നാ ഇരുന്നോളി കൈക്കലോളി ഇങ്ങോളി. എന്നാ റീനുവിനെ കാണാല്ല. എവിടെ പുറത്താ കൈയൊക്കെ വയ്ക്കുക. എന്നാ ഇരിക്കടാ. ഒന്ന് വെള്ളം മാത്രം കുടിച്ചിട്ട് ഏയ് നോമ്പ് പറ്റാണ്ട് ഇത്രയും കാലം നടന്നിട്ടില്ലേ? തിന്നോ എടുത്ത് തിന്നോളി. പാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്മ. ഗൈസ് ഓലെന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കട്ടെ. പേരും ചായ ചൂടാണ് ഗൈസ്. കാരണം ഒന്നാമത് കണ്ടോ പുറത്ത് ആ സാധനം കട്ട് ഇത് ഊരിട്ടിട്ടേ വെയിലിങ്ങനെ അടിച്ചിട്ട് നോക്കിയാ കണ്ണും കൂടിയും കാണില്ല നേരെ. പേരും ചാതി വെയിലാണ്. നടക്കൂല, നടപടിയാവൂല. ഈ ഷീറ്റ് എന്തായാലും പിരിച്ചണം. ചുട്ടിട്ട് നിൽക്കാൻ വെച്ച അപ്പാപ്പയുടെ ഉള്ളിൽ കിടക്കാൻ വയ്യേ. അത് കിടക്കുന്നില്ലേ? നഞ്ഞി അവിടെ ഇരുന്നുണ്ടോ? ഇതെന്താ പണി ചെന്നാണ് നീപ്പിച്ചോ? ഓണം നല്ല ഉറക്കാം. എന്നാ റിച്ചോ എല്ലാ സാധനം ഉണ്ട്. വണ്ടി എന്താ വെച്ചാൽ എടുത്ത് കഴിച്ചോ. എന്ത് ബീഫിക്കോ ചോറോ? അത് ശരി റീനോ ഞങ്ങള് തിന്നടി. ഞങ്ങള് തിന്ന് കഴിഞ്ഞേ. ഞങ്ങള് രാവിലെ തന്നെ തിന്നു. തിന്നതിന് മുമ്പ് ഞാനും ഉമ്മയും നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കി. ഇവര് എന്നും ഇവര് ഉണ്ടാക്കണേ ഞങ്ങള് പോയി തിന്നലാണേ. അതെ എല്ലാ പ്രാവശ്യം അവിടെ അല്ലേ ഉണ്ടാക്കല്. പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കി. അതോ തുള്ളി ഇട്ടുക്കണ എന്നാ ഇട്ടെടുത്തോളി. ബീഫ് ഇട്ട് കൊടുത്താണ്. 3 പെണ്ണുങ്ങളെ കുറവ് നമുക്ക്. ഉറക്കൊക്കെ കഴിഞ്ഞേ പള്ളി പോവാനായി അറിയോ? ഇതാകണം ഒലിപ്പോ വന്നിട്ടുള്ളൂ. അങ്ങനെ കുറച്ചേരായിപ്പോ വന്നിട്ട് വെളിച്ചം നോക്കിയാ ഇങ്ങോട്ട് ക്യാമറ ഇടാക്കുമ്പോത്തിന് ഉദിച്ചണേക്കണ്. അപ്പാടെ കടന്നുറങ്ങണ്ട്. അപ്പാടെ ഉറങ്ങിക്കണ്. ഉറങ്ങിക്കോട്ടെ. എന്തായാലും കേസ് നിമ്പിൽ ഫുഡ് കഴിച്ചേട്ടെ. റിച്ചോ ഫുഡ് കഴിച്ചേ. എന്നിട്ട് നമുക്ക് പോയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാണ്ട്. ഓക്കെ ഏത് ടി വി ഓണാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ സാധനം ഫ്രിഡ്ജിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചിക്കാണ്. അതൊന്നാ മാറ്റി വെക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ 2 ആൾക്കാർ കൂടി എത്തിയിട്ടുണ്ട്. ഷംനയും ചെറിയാപ്പും പിന്നെ 3ാമത്തെ ആളുടെ ഇതാക്കണ്. അതോ ഉറക്കപ്പിരാന്തിലാ? ഉറക്കപ്പിരാന്തിലാണോ? എന്താ പ്ലാൻ? എന്താ പറയാ? ഇങ്ങോട്ട് ചെറിയപ്പനും കൊണ്ടുവന്നിട്ട് എന്താ പരിപാടിയൊക്കെ?
ഞാൻ കിടക്കില്ല മര്യാദക്ക്. ഇജ്ജെന്തിനാ പോന്നേ? മോണ്ട ചിത്രകാലം വിളിച്ചാ ഇതിന് കിട്ടില്ലേ? ഇതൊക്കെ മോണ്ട ചൊലിച്ച പുള്ളിയാണ്. ബാബു ഇജ്ജോ ഇവിടെ ഇങ്ങോട്ട് ബാബു ബാബു പറഞ്ഞു എന്നോട്. ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അല്ല എന്താ റെഡി? വെള്ളം കുടിച്ചതാ. വെള്ളം കുടിച്ചോ. ചോറാണ് എനിക്ക്? ചോറുണ്ട്. ചോറ് തിന്നടാ. ആണോ? ഓല ഇറങ്ങാൻ നിക്കാണി. അപ്പൊ ഇറങ്ങണതിന് മുമ്പ് നിങ്ങളും കൂടി വന്നോട്ട് വിചാരിച്ചിട്ട് വിളിച്ചെത്തിയതാ. കണ്ടേ പറ്റൂ. അതെ കുടിച്ചൊക്കെ പറഞ്ഞു. ഞാന് ഓല് ഇറങ്ങീന്. അപോലെ പിടിച്ചാണ് അവിടെ. പോകല്ലേ പറഞ്ഞിട്ട് അന്നെ കാത്തു കുത്തിരിക്കാണ്. ആണോ? പെരുന്നാളല്ലേ? പെരുന്നാള് ലീവാക്കിട്ടില്ല. പിന്നെ എന്നാ ലീവാക്കിയല്ലേ? ആ അപ്പളല്ലേ ഞങ്ങളപ്പ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെക്കന്മാരപ്പം പോയതാണ്. എന്തെങ്കിലും ഒരു പരിപാടിയാണ്ടേ. ആ അപ്പളേ ചോറൊക്കെ തിന്നിക്കണ്. ചോറൊക്കെ തിന്നു കുത്തിരിക്കാണ്. സാനുവിനോട് പണി. സനു വന്നിട്ടില്ലല്ലോ. സനു കെട്ടിച്ചു കൊടുത്ത അവിടെ അല്ലേ? ഓള് വരോ? ഓള് നിക്കാ വരുവോ? അവളെ നാത്തൂൻ്റെ നാളെ അങ്ങോട്ട് പോലെ ചോറ് എടുക്കടി. തറവാട്ടിന്ന് ചോറുന്നാ പോയി കഴിഞ്ഞാൽ മണ്ട കുത്തും. നീ ഇപ്പൊ കൊറച്ച് നിന്നടി. അതൊന്നും തിന്നിട്ടില്ലെന്ന്. എന്താ? ആദൂനെ ചെറിയ പേയിലൊക്കെ കൊണ്ടുപോയി പിന്നെ കോറങ്ങടെ കുട്ടികളെ കൊണ്ടുവന്ന് കാട്ടി വേറെ 2-3 കൊണ്ടുപോയത് ചെറിയില്ല പൂളപ്പാട പൂക്കല്. ആണോ? തിന്നണോ എന്തേലും? അയ്യമ്മേ എവിടോ നോക്കട്ടെ. ആദ്യോ മഞ്ഞവെള്ളം ഉണ്ടാക്കട്ടെ. മഞ്ഞവെള്ളം ഉണ്ടാക്കി കൊടുക്ക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞവെള്ളം വേണ്ടിയ അല്ലേ? അതോ കലക്കവെള്ളത്തിനാണ് മഞ്ഞവെള്ളം എന്ന് പറയുന്നത്. മറ്റേ ടാങ്ക് ഇല്ല അതിന്. അപ്പൊ ചോറ് വേണ്ട എനിക്ക്? കുറച്ച് ചോറ് എന്നാലേ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചോറ്. കൂട്ടുകാരികൾ എന്റെ കൂട്ടുകാരികൾ ഒന്നിനോട് ഞാൻ പറയണ്ടേ അങ്ങനെ? അല്ല വെറുതെ ചുട്ടിട്ടേ ഞാൻ ഡ്രസ്സൊക്കെ മൊത്തത്തില് മാറ്റിയിരിക്കണ്. ചുട്ടിട്ടേ നടക്കണില്ലടി. ഇവിടെ ഈ സാധനം ഊരിട്ടിട്ടേ ഷീറ്റ് ഇതാക്കിട്ടിക്കല്ലേ. അതുകൊണ്ടാണതേ. മോട്ടിപ്പോ വീഡിയോക്ക് വരുന്നില്ലല്ലേ? ഓ മാറിക്കൽ തുടങ്ങിയില്ലടി. ഓ മടിയാണ് മാറിക്ക. പക്ഷെ ഇന്നലെ ചെക്കനെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമന്റ് ബോക്സിൽ എല്ലാവരും കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുഖം. കാരണം ഇതൊരു പണി എടുക്കണ്ട, ഇങ്ങനെ നടന്നാൽ മതി. അറിയോ? അപ്പൊ കമന്റ് ബോക്സ് ഒക്കെ അടിച്ച് മനസ്സിലായത് മുന്നിൽ ഓനെന്തോ പറഞ്ഞു. ആ അതാണ്. ഒരു കാര്യം പറയട്ടെ, ഇത് പിടിച്ചാ. അതായത് ഗൈസ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പെരയിൽ തുറവി വെച്ചത്. ബാക്കിയുള്ളവർ പറയുന്നത് കുഴപ്പമില്ല. ഇത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടേ നാട്ടിൽ നിന്ന് ഇങ്ങനെ പറയാ. എന്നാലും ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്തില്ലേ. നാട്ടിത്തോര് പറഞ്ഞപ്പോഴാണ് ആകെ ചടച്ചത്. ആ ഞാൻ വെറുതെ തമാശക്ക് തിന്ന എന്താ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ ആ വ്ളോഗേ കണ്ടിട്ടില്ല. എനിക്ക് കമന്റ് കണ്ടപ്പോ ഞാൻ വ്ളോഗേ കാണൽ നിർത്തി. നാട്ടുകാരും ഇങ്ങനെ പറഞ്ഞോ? ആ നമ്മളെന്താ അറിയോ അല്ലെങ്കിൽ തന്നെ നാട്ടിലത്തെ ആൾക്കാർക്കൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. വീഡിയോ എടുക്കുന്നതിന് ഫുള്ള് കുറ്റം പറച്ചിലൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് മാറിക്കോട്ടെ വെച്ച് കുട്ടിയാൾക്ക് ഒരു ചോറൊക്കെ വെച്ച് തിന്നാൻ കൊടുക്കാൻ വെച്ചപ്പോ ആ വരുന്ന അടുത്തത് നാട്ടിലത്തെ കുട്ടിയാൾക്ക് ചോറ് നാട്ടിലത്തെ ആൾക്കാരാണോ വിളിച്ചാത്തവര്? അതെന്താണാവോ അത് അങ്ങനെ ഉണ്ടായി. അതോടെല്ലാം പോയി. ഞാനും വിചാരിച്ചു ക്യാമറമാനെ കാണാല്ലോ. പിന്നെ ആങ്കറുള്ളു പൊള്ളി. അങ്ങനെ ഗൈസ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ ഇവര് പോവുകയാണ്. അല്ല ചോറിച്ചല് കഴിഞ്ഞില്ലേ? ഇവള് ചോറുന്നിട്ടില്ല. ഇവളും ചെറിയ അപ്പവും കുട്ടിയൊന്നും ചോറുന്നിട്ടില്ല. വെള്ളം കുടിച്ചു. അതിനെ വലിയ അല്ലേ? വെള്ളമാണ് മെയിൻ. ഇമാതിരി വെയിലത്തല്ലേ നിങ്ങൾ ഇറങ്ങാ. എല്ലാരും ഉറങ്ങിക്കാണല്ലേ ഇപ്രാവശ്യം ഗൈസ് സനു വന്നില്ല. സനു അവിടെ കെട്ടിച്ചു കൊടുത്തല്ലേ. ഇന്നലെ രാത്രി പോയി. ഇന്നലെ അവിടെ ഉണ്ടായിന്. ഇന്നലെ രാത്രി തന്നെ ഉളക്കം ഉണ്ടാക്കിയോ? ആ ഇന്നലെ രാത്രി തന്നെ ഉള്ളിൽ പോയില്ലേ. ഞാൻ എന്താ പരിപാടി? എവിടെ ഉമ്മാന്റെ? ആ ഗൈസ് ഇതാണ് ഉമ്മാന്റെ പുതിയ പെരുന്നാൾ ഡ്രസ്. ഒരു ചുമപ്പുണ്ട്. ആണോ? പക്ഷെ ഈ ചുവപ്പല്ല ചുവപ്പ്. ചുമപ്പല്ല ചുമപ്പ്. ഓക്കെ 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 സമ്മതിച്ചു. ഉമ്മമ്മയാണ്. ഉമ്മ നോക്കിയാ മമ്മാന്റെ സെൽഫി മൊക്കണ ഇത് പുതിയതല്ലേ മമ്മ? ഇത് ഇന്നലെ വാങ്ങിയതാ? ഇന്നലെ വാങ്ങിയത്. ഇത് പിന്നെ കുറച്ചൊന്ന് വലിപ്പം കുറക്കണം. ഇത് നാളെ ഞങ്ങള് ഉമ്മമാക്ക് റെഡിമെയ്ഡ് കിട്ടില്ല.
ഇത് നമുക്ക് റെഡിമേഡ് ഇന്നലെ ഏതായാലും കിട്ടി. ഇത് ഇന്നലെ അടുത്തല്ലത് എന്തിനാ ഡ്രസ് എടുത്തിട്ട് ഇട്ടാ മതിയേനി അതിന് അതൊന്ന് ചെറുതാക്കാണ്ട്. ആണോ ഐ ടി ചെറുതാക്കണ ഇത് ഇതേതറിയോ ഇത് നാളെ ഞങ്ങൾ മംഗലാരം പോയില്ലേ അന്ന് എടുത്തല്ലേ നമ്മൾ രണ്ടാളെടുത്തല്ലേ അലാക്കിന് വലിപ്പല്ല പറഞ്ഞ അതെ അത് നല്ല എത്ര വലിപ്പുണ്ട് സൈസ് കിട്ടാലടി പിന്നെ നേരല്ലാത്ത നേരമല്ലേ നോക്കിട്ടൊക്കെ എടുക്കല് നോക്കുമ്പോ ഷംനന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക ആകെ മറ്റേതായിക്കണല്ലേ അതെ ലംഘിക്കണ് നോക്കി കമ്മലൊക്കെ നോക്കി കറുത്ത കരിങ്കമ്മലോ കരിങ്കമ്മല് പെരുന്നാള് ചമ്മ കൊണ്ടുപോയിട്ടോ മൊത്തം വാടകയാണെന്ന് പറഞ്ഞേ പല്ല് ഇവിടെ പോയി അത് കാണില്ലേ മോതിരം നോക്കട്ടെ ചെരിവ് പല്ലം തെറ്റിയേ ആ പല്ല് ഇവിടെ ഒന്നും കാണില്ലേ അവിടെ ഉമ്മമാന്റെ പല്ലൊന്നും പല്ലം കാണിച്ചു കൊടുത്താ ഈ പല്ലാണ് നമ്മളെ ശമ്പളക്ക് കിട്ടിക്കുന്നത്. ഇവിടെ വാ ഈ സംഭവം സെറ്റ് ആയിക്കണേ അവിടെ ഇതൊക്കെ കണ്ടിച്ചിരിക്കുന്നുണ്ട്. ഷംനയുടെ പല്ലിന് ഒരു ചെരിവുണ്ട് നിങ്ങൾ കണ്ടുക്കണോ അതന്നെ പറഞ്ഞത് അതുപോലെ 1.5 ഏക്കറുണ്ട് ഇത് ശരിക്കും നോക്കിട്ടല്ലേ അവളെ കെട്ടിയേ ഞാൻ നോക്കാതെ വെട്ടി എത്ര ആലോചന അമ്മ ചോദിച്ചാണ് ആ 15 പവൻ തരാന്നൊക്കെ പറഞ്ഞ ഇവിടെ ആൾക്കാർ ആ വരി ഇങ്ങനെ നിക്കാണ് അമ്മായി ഇതിനെങ്ങനെയല്ലോ ഒഴിവാക്കാൻ ചാച്ചു ഉത്തരിക്കണി ഇനി മാറാന്തല്ലേ ഇനി ഞാൻ പോയി കഴിഞ്ഞ വിളിച്ചിനി എങ്ങനെ ഇതിനൊന്ന് കൊണ്ടുപോകുമോ ആന്നല്ല പിന്നെ ഷെഫീഖിനെ കൂട്ടാൻ വിളിച്ചെടുത്തു പറഞ്ഞില്ലേ നാഗല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഷംന ആര് അതില് കമന്റില് അപ്പോ ആര് എന്നിട്ട് എന്തോ മിണ്ടാന്നീനല്ലോ എന്ന് ഏതോ വ്ലോഗിലും മിണ്ടാന്നിട്ട് ഷംന സൈലന്റ് കുടുംബ പ്രശ്നം തെറ്റോലാണെങ്കിൽ ചെന്തേലും കാട്ടും തെറ്റാത്തോലാണെങ്കിൽ ഇപ്പാനെ ആപ്പാപ്പാനും മുണ്ടിച്ചൂടെ പറഞ്ഞാൽ എന്താ കാട്ടുന്നു അതാണ് പറഞ്ഞത് എന്ത് ചെയ്യാനായി മുണ്ടിച്ചോളൂ. അതിന് ആൾക്കാർക്ക് അറിയില്ലല്ലോ ഓർക്ക് പറയുമ്പോ ഒന്നും പറഞ്ഞൂടെ തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ വലിയ വലിയ കാര്യം. അതന്നെ പറഞ്ഞത് ആൾക്കാർക്ക് അറിയില്ല ആൾക്കാർ പറയാണ് പറയുന്നവർക്ക് എന്തും പറയാലോ അതല്ല ഇപ്പൊ മോണ്ടനിങ് പറഞ്ഞേ കുഞ്ഞാമാന്റെ പുതിയ ഡ്രസ്സ് കൊടുക്കാൻ മീനുണ്ട് ഇതാക്കണം റീനുവിന്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക റീനു കൊണ്ടേ അല്ലേ പ്രാവശ്യത്തെ എനിക്ക് പോയിക്കാടുന്ന് അല്ലേ റീനു നോക്കാം കൊണ്ടുപോയത് 90 താത്ത അമ്മായിക്ക് എടുത്തുകൊടുത്ത ആ പർദ്ദയാണോ അത് രസമുണ്ടല്ലേ അമ്മായും കൊണ്ടുപോയി പെരുന്നാള് പച്ച സംഭവനായി അതും അവിടെ എന്നാ ആദ്യം കോസ്റ്റ്യൂം നോക്കി ഇവിടെ വാടാ ഓ വണ്ടി ജൂക്കുന്ന ഉറപ്പാണ് ഓണ വണ്ടി അതിൻ്റെ ഉള്ളിൽ പോയി കഴിച്ചില്ല എല്ലാരും സെറ്റല്ലേ ആരെ പിന്നെ നോക്കില്ല വരുന്നത് ഒരു തുണിശേരി കുട്ടീനോട് ഇപ്പോഴേലും സൊള്ളയില് നിർത്തി ആണുങ്ങളെ പേര് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും പെണ്ണ് കിട്ടിക്കണ അങ്ങനെ എല്ലാവർക്കും സെറ്റായി പക്ഷെ എന്താ പേര് ചുട്ടുമണിയോ സേവ് ചെയ്തേ നീ ഇറങ്ങാ ഓക്കെ എന്നാ ഇൻഷാല്ലാ ഇനി എന്നാ ഗൈസ് ഇപ്പൊ കോഴിക്കോട് ഇനി വലിയ പെരുന്നാള്. അങ്ങോട്ട് പോയാൽ മതി. അതെ എല്ലാം എടുത്തില്ലേ നീ ഒന്നും മറന്നിട്ടില്ലല്ലോ അപ്പൊ ഓക്കെ ഇൻഷാല്ലാ എല്ലാം പറഞ്ഞ പോലെ ഇത് കൂടെ നോക്കുമ്പോ ചെറുക്കനെ നോക്കുമ്പോ അപ്പാ പെന്നെ ചെറിയ അപ്പാപ്പന്നെ ഗൈസ് ഞങ്ങൾ അപ്പാപ്പാനെ കാണാത്തോല് കണ്ടോളി ഇതാ നമ്മുടെ സൈഡിൽ നിന്ന് കാട്ടിക്കൊടുത്താ അപ്പാപ്പന്നെ മമ്മാന്റെ മകം പേരക്കുട്ടിയല്ല മകം ഏതായാലും നീ വരണ ഇങ്ങോട്ട് എനിക്ക് വരണ്ടില്ല എന്നായി വെള്ള ഫാൻ്റെ കിട്ടി വന്നിണോ പക്ഷെ സംഭവം ഇതന്നെയാടാ ഇപ്പൊ പെരുന്നാക്ക് തന്നെയാണ് വെള്ളം ആണ് ഇനി മഴക്കാലം കൂടി ആയി കഴിഞ്ഞാ പിന്നെ എന്റെ പിന്നെ ചളിയായാലും അറിയില്ല ചെരുപ്പ് നോക്കട്ടെ ചെരുപ്പ് നോക്കട്ടെ അൺബോക്സ് ചെയ്ത് നോക്കട്ടെ പുതിയ ചെരുപ്പാ എന്താടി ഇത് കഴിഞ്ഞില്ലേ അറിയില്ലേ നോക്കട്ടെ ശംന ഇവൾക്കൊക്കെ സെയിം കളർ സാധനം നോക്കിയേച്ചി സെറ്റാക്കിയ 350 ഒന്നും നോക്കി കാശി എറിഞ്ഞാലും എടുത്തു കടക്കാരന്റെ മുഖത്ത് എറിഞ്ഞെടുത്ത് എടുത്ത് പോന്നൂരെ മമ്മ അതൊന്നല്ല ഗൈസ് ചെരുപ്പ് ഇതാണ് ചെരുപ്പ് ഏത് സാധനല്ലേ ഇതാണ് ചെരുപ്പ് അടിപൊളി സാധനം ഉമ്മയുമോന്റെ ബർത്ത്ഡേക്ക് പോയാലും വേണ്ടില്ല ആരെ ബർത്ത്ഡേക്ക് പോയാൽ വേണ്ടില്ല ഇതൊക്കെ ഇട്ടേ പോകുന്നു പിന്നെ ഇവിടെ ഔത്തുണ്ട് ഇതിലെണ്ണ മുറ്റത് പറഞ്ഞത് പോകുമ്പോൾ നല്ലല്ലോ. ചെരുപ്പ് കൂരി നിക്കണുണ്ട് കാണിക്കാൻ പർദ്ദൊക്കെ ഇടിപ്പിച്ച് നിന്നിക്കണം അപ്പാപ്പടെ അപ്പാപ്പ കടക്കാണ് കടന്നോട്ടെ അവിടെ ശല്യപ്പെടുത്തില്ല ഓക്കെ ടാറ്റ ബൈ ബൈ ഗൈസ് ഇപ്പൊ ഇവര് ഇറങ്ങാണ് എടുത്തില്ലേ ഒക്കെ എടുത്തില്ലേ ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ ചോറ് കഴിച്ചില്ലേ എന്നാ ഓക്കെ ഇൻഷാല്ലാ അടുത്ത വലിയ നഗ കാണഞ്ഞി ഇല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ഫോണൊക്കെ എടുത്തോളി നീ ഷംന ഇറങ്ങാ
ഞങ്ങള് പോണം. എന്തേ ചോറുന്നുണ്ട് ചോറുന്നിട്ട് പോയിക്കോ ചോറ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ തിന്നു. ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് ഇപ്രാവശ്യം ശരിയായത്. അത് തിന്നിട്ട് പോയി. അത് തിന്നോ? രസമുണ്ടോ? നല്ല രസം. നല്ല രസമുണ്ട്. ഇമ്മ ഉണ്ടാക്കിയാണ് പറയുന്നത് നല്ല രസമുണ്ട്. ഓക്കെ ബൈ കുഞ്ഞാമ്മ. ഓക്കെ ബൈ റിച്ചോ. ഏതേലൊക്കെ ആയിക്കോട്ടെ എന്തായാലും ഒക്കെ അല്ലേ അല്ലേ? ആ കുഞ്ഞമ്മയല്ലേ അതിനാണ് ഞാൻ കുഞ്ഞാമ്മ. ഇബനാണ് ഈ അമ്മായി അറിയണ മോൻട്ടോ. എല്ലാരും അമ്മായിയാ. ആ ഓനക്ക് അങ്ങനെ ഒന്നല്ല എല്ലാരും അമ്മായിയാണ്. അപ്പോ നമ്മളെ പെരുന്നാളുണ്ട് കഴിഞ്ഞു എന്ന് പറയാ ഗൈസ്. താത്ത വന്നിട്ടില്ല, താത്താന്റെ കുട്ടികളൊന്നുമില്ല. ഓലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പള്ളിക്ക് കാണിച്ചു കൊടുത്തീനി കണ്ടീനി. എന്ത് ചെയ്യാപ്പോ? ആ റിതുവിന്റെ ഒക്കെ നല്ല രസമുള്ള ഷർട്ടാണ് ഗൈസ്. ഇതെന്താ ഒരു കമ്പനി മാത്രം കിട്ടിട്ട് അത് കാണാൻ വേണ്ടിട്ടാ? ഇല്ലടെ വന്നാടാ. അത് കാണാൻ വേണ്ടിട്ട് തന്നെ എന്താ ഒരു പറയാത്ത വെച്ചിട്ടേ. എങ്ങനെ മാമ കുട്ടികളും കൂടി വരാഞ്ഞുണ്ട്. ഉറങ്ങാനേ ഒക്കെ ഉറങ്ങാണെന്ന്. എന്താ പറ്റിയാവോ? ഇന്നലെ അളിയാക്കാണി കൊണ്ട് ഡ്രസ് എടുക്കാൻ പോയപ്പോ ഞാൻ ഇന്നലെ മറ്റേ എന്റെ കൂട്ടുകാരന്റെ ഡ്രസ് എടുക്കാൻ പോയപ്പോ അവിടെ പോയി നിക്കാണിട്ടോ. അവിടെ ഉണ്ടോ ഇതും ഇറങ്ങണേ മറ്റേ ഇതുമ്മ ഡ്രസ്സും കടയില്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിക്കണ നോക്കിയപ്പോ ഓൻ കടന്നു ഇറങ്ങണേ. താത്തണ്ട് കുട്ടീനെയും പിടിച്ച് ഇങ്ങനെ നടക്കണേ. ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. അലിയാക്കണ്ട് അവിടെ ഷർട്ട് ഊരിട്ട് ഇങ്ങനെ പള്ളിയും പുറത്തിട്ട് ഷർട്ട് കിട്ടണില്ല കേട്ടോ പറഞ്ഞിട്ട്. താത്ത പറയുന്നു കൊറേ ആയി ഞാൻ തരീന് കിട്ടണില്ല. 3 എണ്ണത്തിന് നോക്കണേ. അയാളെക്കാരോട് ഒന്നുണ്ട് കട്ടകാലത്തിന് ആരും ഇന്നലെ ഇറച്ചിയും കോയും വാങ്ങിയോണ്ട് ഒന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞങ്ങളും തണ്ടീനി. ഇന്നലെ 1 മണിക്കൊക്കെ ചിക്കൻ വാങ്ങിയത്. ഇവിടെ ഞങ്ങള് ചിക്കനല്ല ബീഫ് എനിക്ക് കഴിയാനായിനോ? തിരക്കുണ്ടായിനോ? ഞാൻ ആരുമില്ല ഫ്രീ. പക്ഷെ വിലയാണ് കൂടുതല്. 350 റുപ്യ. ഞങ്ങക്ക് 320 ആണോ? ആ പെരുന്നാളായോണ്ട് ഉണ്ട്. എത്ര വില? കിലോ 350. പറ്റിച്ചു പൈസ. പിന്നെ തിരക്കില്ലാത്തോണ്ട് വാങ്ങി. അതെ എല്ലാരും ഇന്നലെ ഫുള്ള് ക്യൂ ആണ്. എത്ര ക്യൂ അറിയോ? നല്ല ഇറച്ചിയല്ലേ? പോത്തല്ല തോന്നുന്നു. അവിടെ എന്താ ഫുഡ്? കാല് പോത്തിന്റെ കാലോ എന്നാ പന്നിക്ക് പോത്തിന്റെ കാലച്ചോട്ട് എന്നാ കരമച്ചറിയില്ല. എടി അവിടെ എന്താ ചോറ്? ബിരിയാണി. എല്ലായിടത്തും ബിരിയാണി. പായസം ഉണ്ട്. ആണോ? പായസം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങോട്ട് ഓലാക്കണ ഗൈസ് പോണാക്കണേ. റിച്ച് ആണ്. 5 മണിക്ക് പോയിക്കോടാണ് മൈൻഡില്. അതിനും വേണ്ടി അമ്മായിക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷെ ഇന്റെ വളവ് ഇങ്ങോട്ടൊന്ന് നോക്ക്. മൂട് നട്ടുണ്ടോക്ക്. മറ്റേ എന്താ അന്നിപ്പോ എടുത്തിട്ട് വേറൊരു വണ്ടി ഒന്നാണ് ഇതാക്കിയില്ലേ ഓർമ്മക്ക്. അന്ന് സനു പ്രസവിച്ച് നടന്ന ടൈമില് എനിക്ക് ഓർമ്മല്ലേ? വണ്ടിന്റെ വേറെ ടീം ഒന്നാണ് കുത്തിയായി. ഓട്ടായൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഇപ്പൊ അനക്ക് വണ്ടി ഓട്ടാൻ അറിയെങ്കിൽ അന്ന വണ്ടി ഓട്ടാൻ നിർത്തിയിട്ട് ചെറിയാപ്പ് ബാക്കിലിരിക്കുവോ? ഇല്ലല്ലോ. ചെറിയാപ്പല്ലേ വണ്ടി ഓട്ടാ? അങ്ങനെ ആക്കൂല. പക്ഷെ ഒരു കാലത്ത് ഞാൻ ഓട്ടു. അതെ അതെ ചെറിയാപ്പു ഞാൻ ബേക്കിലിരുത്തു. ഇന്നല്ലേ ഞാൻ സ്കൂട്ടി പഠിച്ചാത്ത ടൈമില് എത്ര കല്യാണൊക്കെ കഴിഞ്ഞാല് ഇമ്മ എന്താ ടീക്കണേ ഇച്ചറിയില്ല. എന്നോ സ്കൂട്ടി ഓട്ടിയ പരിചയമുണ്ട്. ഉമ്മ കയറിക്കണ്, സിഫിനെ കയറിക്കണ്, ദിയാൻ കയറിക്കണ്, ഫിദാൻ ഒരു സ്കൂട്ടിമ്മയാണ്. ചോട്ടാൻ അറിയില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഒരു നാണമാനുണ്ടോ? എന്നിട്ട് പോയിന്റ് അവിടെ കേറിയിട്ട് വണ്ടി ഇങ്ങനെ കൂടി ആശ്രയിച്ച് ഇങ്ങനെ കൂടുക. ഒക്കെ കൊയിഞ്ഞാടി അങ്ങനെ ഓട്ടാൻ അറിയില്ലയോ? അറിയില്ല. ആ അറക്കത്തിന്ന് പോയിന്റ് നടന്നാണ്. ആണോ? സിഗ്നാന്റെ കാല് ചെറിയ വരുമ്പോ ആകെ തൊലിയായി. ഞാനത് അതേമാതിരിക്കാണ് ഉമ്മ പോയത്. ഉമ്മ തോട്ടുകട ഇനി കൊണ്ടുപോയത് അതേമാതിരിക്കാ. ഏത് പണ്ടാർത്തിന്റെ കയറിയാലും ഇനി മുതൽ അന്ന വേക്കിലേക്ക് കയറൂല. പറഞ്ഞാ ഒഴിവില്ല എന്റെ മൂട്ടിന്ന്. അന്ന് ഞാൻ പറഞ്ഞേ ഒരു കാലങ്ങൾ ഇങ്ങനെ വിളിച്ചു. റേഷൻ പിടി കൊടങ്ങി ഞാൻ വേണം, ഇറച്ചിയാണെങ്കിൽ ഞാൻ വേണം, എല്ലാത്തിനും വേണം വന്നില്ലേ. കുടുംബശ്രീക്ക് പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ വേണം. അതാണ് പഠിച്ചോന്റെ കളി. ആരും കളിയാക്കാൻ പാടില്ല. ഋതുവിനെ കൊണ്ടല്ല അമ്മനോടല്ല ചെറിയാപ്പൂനോടാണ്. അതെ ചെറിയാപ്പൂ കേക്കാൻ വേണ്ടിട്ട് ചിലവര് കേക്കാൻ വേണ്ടിട്ട് ചിലവർക്ക്